പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, പേരൂർക്കട തെക്കൻ പരമ്പര സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് ലോക്ക്ഡൗൺ ഉൾക്കാഴ്ചകൾ എന്ന പേരിൽ 4 പ്രധാന ഡോക്ടേഴ്സ് വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അനേകർക്ക് അത് പ്രയോജനപ്രദമാവുകയും ചെയ്തു. ലോക്ക്ഡൗൺ ഉൾക്കാഴ്ചകൾ എന്ന പേരിൽ ഇന്ന് പ്രസിദ്ധം ചെയ്യുന്ന 5ാമത്തെ എപ്പിസോഡ്. ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഒരു ഡോക്ടറല്ല, അതിലുപരിയായി വളരെ പ്രശസ്തനായ നമ്മുടെ സമൂഹത്തിലെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ശ്രീ ജിജി തോംസൺ IAS അവറുകളാണ്. ജിജി തോംസൺ IAS അവറുകളുടെ പ്രൗഢമായ ഈ വാക്കുകൾ എല്ലാവർക്കും പ്രയോജനപ്രദമാവും എന്ന് വിശ്വസിക്കട്ടെ. അദ്ദേഹത്തെക്കുറിച്ച് 1-2 വാക്കുകളിൽ പറയാൻ അനൽപമായ സന്തോഷമുണ്ട്. ശ്രീ ജിജി തോംസൺ IAS 1980 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥരാണ്. കേരള കേഡർ, പാലക്കാട് ജില്ലാ കളക്ടർ, പ്രഥമ കായിക ഡയറക്ടർ, 1987 ദേശീയ ഗെയിംസിൻ്റെ മുഖ്യ സംഘാടകൻ, 2003 പ്രഥമ വിദേശ നിക്ഷേപക സംഗമത്തിൻ്റെ സംഘാടകൻ, 2010 കോമൺവെൽത്ത് ഗെയിംസ് ഡയറക്ടർ, ഒട്ടനവധി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മേധാവി, സായുടെ ഡയറക്ടർ ജനറൽ, റവന്യൂ, വ്യവസായം, നോർക്ക, സഹകരണം തുടങ്ങിയ വകുപ്പുകളുടെ സെക്രട്ടറി, 2015 കേരള ചീഫ് സെക്രട്ടറി. മലങ്കര സഭാംഗമായ ആദ്യത്തെ ചീഫ് സെക്രട്ടറിയാണ് പ്രിയപ്പെട്ട ജിജി തോംസൺ. സഭാംഗങ്ങൾ എന്ന് പറയാവുന്ന നമ്മുടെ സക്കറിയ മാത്യു സാറും, അതുപോലെ യാക്കോബായ സഭവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എന്നാൽ ശ്രീ ബാബു പോൾ, അവർ രണ്ടുപേരും ചീഫ് സെക്രട്ടറിമാരായിരുന്നില്ല, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായിരുന്നു. എന്നാൽ ഇവിടെ ചീഫ് സെക്രട്ടറിയായ ആദ്യത്തെ മലങ്കര സഭാംഗമാണ് ശ്രീ ജിജി തോംസൺ IAS അവറുകൾ. നത്തിങ് ഒഫീഷ്യൽ എന്ന ആദ്യ പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. പുതിയ പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ് അദ്ദേഹം. വളരെ സന്തോഷത്തോടെ പറയട്ടെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാംഗം, പ്രത്യേകിച്ച് തെക്കൻ പരമ്പര സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ അംഗമാണ് ശ്രീ ജിജി തോംസൺ IAS അവറുകൾ. തെക്കൻ പരമ്പര സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവക അംഗം കൂടിയായ പ്രിയപ്പെട്ട ജിജി തോംസൺ സാറിൻ്റെ പ്രൗഢമായ വാക്കുകൾ നമ്മുടെ ആളുകൾക്ക് മാത്രമല്ല, ഈ ലോകത്തിന് തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിന് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള വാക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീലു, അതുപോലെ 2 പെൺമക്കൾ, കുടുംബം, ഇവരെല്ലാം സഭയും ദേവാലയവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹം ഒരു IAS ഓഫീസറാണ്, പക്ഷേ അദ്ദേഹം ഒരു എക്കോണമിസ്റ്റ് കൂടിയാണ്. അതുകൊണ്ട് സാമ്പത്തിക ശാസ്ത്രവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ കോവിഡിൻ്റെ കാലത്ത് നമ്മൾ ഓർക്കാനുള്ള ചില വളരെ സവിശേഷമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം തൻ്റെ പ്രഭാഷണത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട്. വളരെ തിരക്കിനിടയിലും ഈ കാര്യങ്ങൾക്ക് ശ്രദ്ധ നൽകുകയും ഞാനിത് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഇത് സ്വീകരിക്കുകയും ചെയ്ത ശ്രീ ജിജി തോംസൺ IAS അവറുകൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഈ തെക്കൻ പരമ്പര സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെയും അതുപോലെ യുവജന പ്രസ്ഥാനത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായുള്ള എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ നന്ദി, കൃതജ്ഞത പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സ്റ്റേറ്റ് തലത്തിലും കേന്ദ്ര തലത്തിലുമുള്ള ധാരാളം ക്ഷേമ പദ്ധതികളുണ്ട്. ആ ക്ഷേമ പദ്ധതികൾ എങ്ങനെ നമ്മുടെ ഇടവകകൾക്കും നമ്മുടെ സമൂഹത്തിനും പ്രയോജനപ്രദമാക്കി എടുക്കാനാവും എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം മറ്റൊരു പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് കേൾക്കാനാവും. അതുകൊണ്ട് അത് നമ്മുടെ ഇടവക തലത്തിലും നമ്മുടെ ഇടവകയിലെ ആളുകൾക്കും ഇത് പ്രയോജനപ്രദമാകാൻ, കാരണം ഈ സംസ്ഥാന കേന്ദ്ര തലത്തിലുള്ള ധാരാളം ഫണ്ടുകൾ വിവിധ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ആളുകൾക്ക് പലർക്കും ഇത് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് അത് ലഭ്യമല്ലാതെ പോവുകയാണ്. അദ്ദേഹം അതേക്കുറിച്ചും ഒരു പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പുറകാലെ മറ്റൊരു സന്ദർഭത്തിൽ കേൾക്കാനാവും. എല്ലാവരും വളരെ ശ്രദ്ധയോടെ സാറിൻ്റെ വാക്കുകൾക്ക് കാതോർക്കാം.
ശ്രീ ജിജി തോംസൺ IAS അവറുകൾ നമ്മോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമസ്തേ. പേരൂർക്കട സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് വലിയ പള്ളി ഇടവകയിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ലോക്ക്ഡൗൺ ഉൾക്കാഴ്ചകൾ എന്ന ഈ പരിപാടിയിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ലോക്ക്ഡൗൺ കാലത്ത് എല്ലാവരും വീട്ടിലിരുന്ന് ബോറടിച്ചിട്ടുണ്ടാവണം. ഈ സമയത്ത് ഇതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് ജനങ്ങളെ ബോധവൽക്കരിക്കണം എന്ന് വിചാരിച്ചത് തന്നെ വലിയ കാര്യമാണ്. കുട്ടികൾക്ക് അങ്ങനെ തോന്നിയതിൽ ഞാൻ യുവജന പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെ ഞാൻ അനുമോദിക്കുന്നു. മാത്രവുമല്ല, സാധാരണഗതിയിൽ നമ്മൾ ഒരു ഇടവകയിലെ അംഗങ്ങളോട് സംസാരിക്കാൻ എപ്പോഴും വേദഭാഗങ്ങളാണ് തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിന് പകരം ഈ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മറ്റ് വിഷയങ്ങൾ, അതിൻ്റെ വിവിധ വശങ്ങൾ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായിട്ട് 4 ഡോക്ടർമാർ, ഡോക്ടർ ജോൺ പണിക്കരടക്കം 4 ഡോക്ടർമാർ ഇതിൻ്റെ ആരോഗ്യ വശങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് നല്ല കാര്യം. ഇനി ഞാനൊരു ഡോക്ടറല്ല, ഞാൻ എക്കോണമിസ്റ്റാണ്. സാധാരണ പറയും, ഈ ഡോക്ടർമാർ ചെയ്ത മിസ്റ്റേക്സ്, അവർക്കൊരു അപകടം, കൈപ്പിഴ സംഭവിച്ചാൽ അത് കുഴിച്ചു മൂടാൻ 6 അടി മണ്ണ് മതി. ഒരു എഞ്ചിനീയർക്ക് കൈപ്പിഴ സംഭവിച്ചാൽ അത് കുഴിച്ചു മൂടാൻ 1 ഏക്കർ അല്ലെങ്കിൽ 2 ഏക്കർ സ്ഥലം മതി. പക്ഷെ ഒരു എക്കോണമിസ്റ്റ് കാണിക്കുന്ന പിഴവ് കുഴിച്ചു മൂടാൻ ഒരു രാജ്യം പോലും മതിയാവാതെ വരും. അപ്പോൾ ഞാൻ എക്കോണമിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ അപകടത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതിലുള്ള പിഴവുകൾ അല്ലെങ്കിൽ പോളിസിയിൽ ഉണ്ടാക്കുന്ന, എക്കോണമിസ്റ്റുകൾ ഉണ്ടാക്കുന്ന പിഴവുകൾ കുഴിച്ചു മൂടാൻ ഒരു രാജ്യം പോലും മതിയാവാതെ വരും. അത്രമാത്രം ക്രൂഷ്യലായിട്ടുള്ള ഡിസിഷൻസ് ആണ് എക്കോണമിസ്റ്റുകൾ എടുക്കുന്നത്. ഡോക്ടർമാർ എടുക്കുന്നത് ക്രൂഷ്യൽ അല്ല എന്ന അർത്ഥത്തിലല്ല, പൊതുവായ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പൊതുവായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എക്കോണമിസ്റ്റുകൾക്ക് വലിയ ഒരു റോളാണ് കൈവരിക്കാനുള്ളത്. നമ്മൾ ലോകം മുഴുവനും ഇന്ന് ഒരു കൊറോണ വൈറസ്, അദൃശ്യമായ ഒരു വൈറസിനെ പേടിച്ച് കഴിയുകയാണ്. അതിൻ്റെ മുൻപിൽ ലോകം മുഴുവനും വിറങ്ങലിച്ച് കഴിയുകയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പല പല അഭിപ്രായങ്ങൾ പല പല വേദികളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു, നമ്മളതെല്ലാം കേൾക്കുന്നു, നമ്മൾ കഴിവതും അതനുസരിക്കുന്നു. പിന്നെ എന്തിനെക്കുറിച്ചാണ് എക്കോണമിസ്റ്റുകൾ പറയുന്നത്? ഈ കൊറോണ വൈറസ് എന്ന് പറഞ്ഞ ഈ മഹാമാരി, COVID-19 എന്ന മഹാമാരി, കൊറോണ വൈറസ് ഉണ്ടാക്കുന്ന രോഗത്തിനാണ് COVID-19 എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഹാമാരി നേരിടുന്നതിന് സമൂഹം എങ്ങനെ സജ്ജമാകണം, എന്തൊക്കെയാണ് സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് എക്കോണമിസ്റ്റുകൾ പ്രധാനമായും ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊറോണ വൈറസിനെ നേരിടാനുള്ള മാർഗങ്ങളായിട്ട് പറഞ്ഞത്, ഒന്ന്, എല്ലാവരും മാസ്ക് ധരിക്കണം, സാമൂഹ്യ അകലം പാലിക്കണം, നല്ല ശുചിത്വം പാലിക്കണം, കഴിവതും പിന്നെ നമ്മളുടെ ഒരു പ്രിവെൻഷനാണ് ഒരു ക്യൂറിനേക്കാളും നല്ലത്. അതുകൊണ്ട് കഴിവതും ഈ രോഗം വരാതെ നോക്കണം എന്നുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ മിക്കവാറും നമ്മളൊക്കെ പാലിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറഞ്ഞുകൂടാ. പ്രത്യേകിച്ചും കേരളത്തിൽ അത് വളരെ ഭംഗിയായി പാലിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതിൻ്റെ കാരണം നമ്മളുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ലെവൽ വളരെ വളരെ ഉയർന്നതാണ്. 100% ലിറ്ററസി ഉള്ള മറ്റെത്ര സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത്? നാഗാലാൻഡും ഗോവയും മാത്രമേ ആ രംഗത്ത് മുന്നേറിയിട്ടുള്ളൂ. അതൊക്കെ കൊച്ചു സംസ്ഥാനങ്ങളാണ്. അപ്പം നമുക്ക് ഈ കാര്യത്തിൽ നല്ല ഒരു മികവുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നല്ല ബോധം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇത് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അല്പസമയം നിങ്ങളോട് സംസാരിക്കാം. കൊറോണ വൈറസിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോക്ക്ഡൗണുകൾ പ്രഖ്യാപിച്ചത്. ഒന്നല്ല, 4 ലോക്ക്ഡൗൺ. ഇപ്പോൾ 4ാമത്തെ ലോക്ക്ഡൗൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോക്ക്ഡൗണുകളെല്ലാം ഉണ്ടായിട്ടും കൊറോണ വൈറസിൻ്റെ വ്യാപനം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്.
അപ്പോൾ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് രോഗത്തിനുള്ള ഒരു പ്രതിവിധിയല്ല. ഞാൻ പല ടെലിവിഷൻ ചർച്ചകളിലും ഞാനിത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആളാണ്. ലോക്ക്ഡൗൺ കൊണ്ട് ഉണ്ടാകുന്നത് എന്താ? നമ്മളിത് ഡിലേ ചെയ്യാമെന്നല്ലാതെ രോഗത്തിന് അത് പരിഹാരമാവില്ല. എപ്പോൾ ലോക്ക്ഡൗൺ ലിഫ്റ്റ് ചെയ്യുന്നോ അപ്പോൾ രോഗം വ്യാപിക്കും എന്നും പറഞ്ഞിട്ട് നമുക്ക് എന്നും എല്ലാ കാലവും ലോക്ക്ഡൗണിൽ കഴിയാനും പറ്റില്ല. കാരണം ഇപ്പോൾ തന്നെ എത്രയോ കോടികളുടെ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് റുപ്പീസ് അതിൻ്റെ നഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സമ്പദ് വ്യവസ്ഥ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രംഗത്തും കൊറോണ വൈറസ് കൊണ്ട് ക്ഷതമേൽക്കാത്ത ഒന്നും തന്നെ ഇല്ല, ഒരു രംഗവുമില്ല. ഏത് രംഗം നോക്കിയാലും അവിടെ ഇതിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ സമ്പദ് വ്യവസ്ഥയെ ഇത് കഠിനമായിട്ട് ബാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ സമ്പദ് വ്യവസ്ഥയോട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ഈ COVID-19 കൊണ്ടുണ്ടാകുന്ന അപകടത്തെക്കാളും വലിയ അപകടമാണ് ഈ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന അപകടം. ഒരു പക്ഷേ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയെ പോലുള്ള മറ്റ് രാജ്യങ്ങളിൽ കൂടുതൽ ആളുകൾ മരിക്കുന്നത് COVID-19 കൊണ്ടായിരിക്കില്ല, ഈ COVID-19 മൂലം ഉണ്ടാകുന്ന ദാരിദ്ര്യം കൊണ്ടായിരിക്കും. അങ്ങനെ ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിനൊക്കെ പരിഹാരമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഒരു വലിയ ബൂസ്റ്റർ ഷോട്ട് നൽകിയിട്ടുണ്ട്. 20 ലക്ഷം കോടി രൂപയുടെ ബൂസ്റ്റർ ഷോട്ട്. ഇത് നമ്മുടെ GDP-യുടെ, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ 9.6% ആണ്. ഈ 9.6% ഇത്രയും പണം ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്ന ലോകത്തിലെ 5ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. ജപ്പാൻ 21%, അതിൻ്റെ GDP-യുടെ 21% ഈ റിക്കവറി പാക്കേജിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അമേരിക്ക 13%, സ്വീഡൻ 12%, ജർമ്മനി 10.7%, അത് കഴിഞ്ഞ് ഇന്ത്യ 9.6%. അപ്പോൾ ഒരു വലിയ തുക നമ്മൾ ഈ നമ്മുടെ എക്കോണമിക് റിക്കവറിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. ഇത് ആത്മനിർഭർ ഭാരതത്തിൻ്റെ അടിത്തറ പാകുമെന്നും അത് ജീവിതങ്ങളെയും ജീവിത മാർഗങ്ങളെയും സംരക്ഷിക്കുമെന്നും സമ്പദ് വ്യവസ്ഥയെ അത് പുനഃസംവിധാനം ചെയ്യുമെന്നും എല്ലാമാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. നേരത്തെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തി. നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു, ലിക്വിഡിറ്റി കൂട്ടി. എന്നിട്ടും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയല്ല തളർച്ചയാണ് നമ്മൾ കണ്ടത്. 2021 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വളർച്ച 1% താഴെയാകുമെന്ന് ആദ്യമേ പറഞ്ഞു. കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിൻ്റെ ഗവർണർ പറഞ്ഞു അത് നെഗറ്റീവ് ആകാനും സാധ്യതയുണ്ട്, 0%-ലും താഴെയായിരിക്കാം. വളർച്ച എന്ന് പറയുന്നത് ഇല്ല എന്ന നിലയിലേക്കാണ് പോകുന്നത്. ഇത് സംബന്ധിച്ച് ഫിക്കി നടത്തിയ ഒരു സർവേയിൽ 80% ബിസിനസ് സ്ഥാപനങ്ങളുടെ ക്യാഷ് ഫ്ലോ കുറഞ്ഞതായിട്ടാണ് അവർ കണ്ടുപിടിച്ചത്. പിന്നെ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി എന്നൊരു സ്ഥാപനമുണ്ട്. അവർ നടത്തിയ ഒരു സർവേയിൽ 20-30 ഇടയ്ക്കുള്ള 27 ദശലക്ഷം യുവാക്കൾക്ക് ജോലി നഷ്ടപ്പെടുന്നു. ഏപ്രിൽ 2020 തൊഴിലില്ലായ്മ നിരക്ക് 27% വർദ്ധിച്ചിരിക്കുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വളരെ വളരെ സ്ഫോടനാത്മകമായ ഒരു നിലയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാരണം പ്രധാനമന്ത്രിയുടെ ഈ ബൂസ്റ്റർ ഷോട്ട് അത് സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുമോ എന്നത് ഈ പദ്ധതികളൊക്കെ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വലിയ പദ്ധതികളൊക്കെ നമ്മൾ പറയും, ഇപ്പം അതിനൊന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പം നമ്മളുടെ ഏറ്റവും വലിയ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലുള്ള മികവാണ്. ആ ഇംപ്ലിമെൻറ്റേഷനിലാണ് സാധാരണ നമ്മളെല്ലാം പരാജയപ്പെടുന്നത്. അപ്പോൾ എ പ്രോജക്റ്റ് ഷുഡ് ഓൾവേസ് ബി ജഡ്ജ്ഡ് നോട്ട് ബൈ ഇറ്റ്സ് ഇൻറ്റൻഷൻസ് ബട്ട് ബൈ ഇറ്റ്സ് റിസൾട്ട്സ്. ഒരു പ്രോജക്റ്റിനെ ജഡ്ജ് ചെയ്യേണ്ടത് അതിൻ്റെ ഉദാത്തമായ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് നോക്കിയിട്ടല്ല, അത് ഉണ്ടാക്കുന്ന റിസൾട്ട്സ് എന്താണ് എന്ന് നോക്കിയിട്ട് വേണം എന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. നമ്മൾ കേരളത്തിൻ്റെ സ്വയം പര്യാപ്തതയ്ക്ക് ഇത് എത്രമാത്രം പര്യാപ്തമാകുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പറയുന്നു COVID-19 കേരളം എടുത്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്, ലോകത്തിന് മാതൃകയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് ഏറെക്കുറെ ശരിയുമാണ്. പക്ഷേ നമ്മൾ മറക്കുന്ന ഒരു വസ്തുതയുണ്ട്. കേരളത്തിന് മാത്രം ഇത് എന്തുകൊണ്ട് ഇത് സാധിച്ചു എന്ന് നമ്മളൊന്ന് കറക്റ്റായിട്ട് നമ്മളൊന്ന് നോക്കണം.
ഒന്ന്, നമുക്കിവിടെ ഒരു നല്ല റോബസ്റ്റ് ഒരു ഹെൽത്ത് സിസ്റ്റം നമുക്കിവിടെ ഉണ്ട്. ഇവിടെ ഒരു ഹെൽത്ത് സിസ്റ്റം ഉണ്ടായത് ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല. 50 വർഷങ്ങൾ കൊണ്ട് ഇവിടെ ഓരോ ഗവൺമെൻറ്റും ഇതിനു വേണ്ടി പണം മുടക്കി നമ്മുടെ ഒരു ഹെൽത്ത് സിസ്റ്റം ഇവിടെയുണ്ട്. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ പോലെ നല്ല പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഇല്ല. ഞാൻ ഡൽഹിയിലൊക്കെ ജോലി ചെയ്ത ആളാണ്. ഒരുപാട് സ്ഥലത്ത് ഞാൻ ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഒക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ കാലിത്തൊഴുത്തിന് സമാനമായ സ്ഥലമാണ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ. ഒരാൾക്ക് അവിടെ പോകാൻ പറ്റില്ല, ഒരു ബെഡ് ഉണ്ടാവില്ല, 2 ബെഞ്ചുകളൊക്കെ കൂട്ടി കയറ് കൊണ്ട് കെട്ടി ബെഡാണെന്ന് പറഞ്ഞ് കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ നില. അങ്ങനെയുള്ള ഒരു സംഭവം നമ്മുടെ കേരളത്തിലില്ല. ഇതിവിടെ നോക്കൂ, ഇപ്പോൾ ഏറ്റവും മോശമെന്ന് പറയുന്ന സ്ഥലം അട്ടപ്പാടിയാണ്. അട്ടപ്പാടിയിൽ പോയി, അവിടെ ആദിവാസി കേന്ദ്രമാണ്. ഞാൻ പാലക്കാട് ജില്ലയുടെ കളക്ടറായിരുന്ന ആളാണ്. അട്ടപ്പാടിയിലെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഏറ്റവും കേരളത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ഥലമാണ് അട്ടപ്പാടി. വയനാട്ടിലെ ചില ആദിവാസി മേഖലകളും അതിനോടൊപ്പം പറയാം. പിന്നെ അങ്ങ് നിലമ്പൂരിൽ കുറച്ച് ആദിവാസികൾ കിടപ്പുണ്ട്, അവിടെയും ഈ പട്ടിണി ഉണ്ടെന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. ഇവിടെ പോലും ഈ പറയുന്ന സ്ഥലങ്ങളിൽ പോലുമുള്ള നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ ലോകത്തിലെ ഏത് മികച്ച പ്രൈമറി ഹെൽത്ത് സെൻ്ററിനേക്കാളും മികവുള്ളതാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത് എത്രയോ വർഷങ്ങളായി നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. നോക്കൂ, ഇവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ വന്ന് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, അല്ലേ? നമ്മുടെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ചത് കോട്ടയത്തെ CMS കോളേജിലാണ്. ഇവിടെ ഡിക്ഷണറി ഉണ്ടാക്കി, ഗുണ്ടട്ട് സാഹിബ് വന്ന ഒരു ഡിക്ഷണറി ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെ മിഷണറിമാർ വന്ന് ഒരുപാട് ആരോഗ്യ രംഗത്തും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തി. ഒറ്റ ഉദാഹരണം പറയാം, മേലുകാവ് എന്നൊരു സ്ഥലമുണ്ട്, കേട്ടിട്ടുണ്ടോ? നമ്മൾ കോട്ടയത്തിനും ഇടുക്കിക്കും അതിൻ്റെ ബോർഡറിൽ കിടക്കുന്ന സ്ഥലമാണ്. മേലുകാവിൽ 75,000-ഓളം CSIക്കാരുണ്ട്. CSI ചർച്ചിൻ്റെ ഒരു വലിയ ഒരു കോൺസെൻട്രേഷൻ അവിടെയുണ്ട്. എങ്ങനെ ഉണ്ടായെന്നറിയാമോ? പണ്ട് അവിടെ പ്ലേഗ് വന്ന സമയത്ത് ഒരു ഡോക്ടർ പോലും മേലുകാവിൽ പോകാൻ തയ്യാറായില്ല. ഇന്ത്യക്കാരനായ ഒരു ഡോക്ടറും അവിടെ പോയില്ല. എല്ലാവർക്കും പേടിയായിരുന്നു, അവിടെ പോയാൽ മരിക്കും ഉറപ്പ്. അങ്ങനെ ആളുകൾ മരിച്ച് വീണുകൊണ്ടിരുന്നപ്പോൾ ഒരു ഡോക്ടർ പോലും പോകാതിരുന്ന സമയത്ത് ഹെൻറി ബേക്കർ എന്ന് പറഞ്ഞ ഒരു മിഷണറി, ഒരു ഇംഗ്ലീഷുകാരൻ സാഹിബ് അവിടെ പോയി രോഗികളെ നോക്കി അവർക്ക് വേണ്ടുന്ന ചെറിയ ചെറിയ ക്ലിനിക്കുകൾ ഉണ്ടാക്കി. അതിനോടനുബന്ധിച്ച് അദ്ദേഹം ചെറിയ ചെറിയ പള്ളികളും ഉണ്ടാക്കി. അങ്ങനെയാണ് ആംഗ്ലിക്കൻ ചർച്ച് അവിടെ സ്ഥാപിതമാകുന്നത്. അവിടെ ഒരു സമയത്ത് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോഴാണ് ഞാൻ കണ്ടത് ഇത്രയധികം CSIക്കാർ ഇവിടെ എങ്ങനെ വന്നു. അവിടെ മാത്രം, ഒരു ഭാഗത്ത് മാത്രം. ഞാൻ പറഞ്ഞത് ഇതിനെല്ലാം ഒരു അടിസ്ഥാനമുണ്ട്. അപ്പോൾ നമ്മുടെ മിഷണറിമാർ ഉണ്ടാക്കിയിട്ടുള്ള വലിയ കോൺട്രിബ്യൂഷൻസ് നമ്മൾ മറക്കാൻ പാടില്ല. പിന്നെ ഓരോ ഗവൺമെൻറ്റും, അത് LDF ആയാലും UDF ആയാലും ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ അതെല്ലാം ഇതിന് ബാധകമാണ്. പിന്നെ നമ്മൾ മറക്കുന്ന വേറൊരു വസ്തുതയുണ്ട്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കോവിഡിൻ്റെ വ്യാപനം ഏറ്റവും കൂടുതലുള്ളത് വലിയ നഗരങ്ങളിലാണ്. അമേരിക്കയിൽ ന്യൂയോർക്ക്, ലണ്ടനിൽ, ഇംഗ്ലണ്ടിലാണെങ്കിൽ ലണ്ടൻ, ഫ്രാൻസിലാണെങ്കിൽ പാരീസ്, പിന്നെ ചൈനയിലാണെങ്കിൽ വുഹാൻ, റഷ്യയിലാണെങ്കിൽ മോസ്കോ, ഇന്ത്യയിലാണെങ്കിൽ ബോംബെ. ഇതാണ് എല്ലാം വലിയ വലിയ മേജർ സിറ്റീസിലാണ് ഈ രോഗം കൂടുതലും വ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം വ്യക്തമാണ്. കാരണം അവിടെ ആളുകളുടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, രോഗവ്യാപനത്തിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിറ്റികളിൽ കേരളത്തിൽ ഒരു സിറ്റി പോലും ഇല്ല. കൊച്ചി എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും വലിയ നഗരം 75ാമത്തെ നഗരമാണ്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ വലിയ ഒരു സിറ്റി ഇല്ല. ബോംബെയിൽ മാത്രം മഹാരാഷ്ട്രയിൽ ഉണ്ടായ രോഗത്തിൻ്റെ 56% ബോംബെയിൽ നിന്ന് മാത്രമാണ്. അതിനോടൊപ്പം താനെയും പൂനെയും കൂടെ കൂട്ടിച്ചേർത്താൽ 75%. അഹമ്മദാബാദിൽ, ഗുജറാത്തിലുള്ളതിൻ്റെ 80% രോഗങ്ങളും അഹമ്മദാബാദിൽ മാത്രമാണ്. ഡൽഹിയിൽ UP എന്ന് പറയുന്ന വലിയ സംസ്ഥാനത്തിലുള്ളതിൻ്റെ ഇരട്ടി രോഗികൾ ഡൽഹിയിൽ മാത്രമുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു വലിയ നഗരമില്ല. നമ്മുടെ ഭാഗ്യം എന്ന് തന്നെ പറയണം. കാരണം അങ്ങനെ ഒരു വലിയ നഗരം നമുക്കില്ലാത്തത് കൊണ്ട് ഇത്രയും വലിയ രോഗവ്യാപനവും നമുക്കുണ്ടായില്ല. അപ്പോൾ നമ്മളിങ്ങനെ പെരുമ്പറ അടിച്ച് അത് നോക്കൂ, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, ഞങ്ങൾ കൈകൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ് രോഗാണുക്കളെ എന്നൊക്കെ പറയുമ്പോൾ ഈ വസ്തുതകളൊന്നും മറക്കാതെ പോകരുത്. ഇതൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടമാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാനിത് പറയുക തന്നെ ചെയ്യും. കാരണം ഇതാണ് സത്യം. ഇനി നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ ബൂസ്റ്റർ ഷോട്ട്, ഇപ്പം എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദീകരിക്കാൻ കുറച്ച് പ്രയാസമാണ്. അത്രമാത്രം സമയമുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് നോക്കുകയാണെങ്കിൽ
ഈ പ്രധാനമന്ത്രി കൽപ്പിച്ചിരിക്കുന്ന ഈ ബൂസ്റ്റർ ഷോട്ട് ഇത് ഒരേ സമയം ഡിമാൻഡ് സൈഡും സപ്ലൈ സൈഡും ഇത് പരിഗണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഡിമാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ കൺസംഷൻ, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, ഇത് മൂന്നും കൂടി ചേരുന്നതാണ് ഇഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ അർത്ഥം എന്താ, നമ്മുടെ കയ്യിൽ പണം വേണം, നമുക്ക് ഡിമാൻഡ് സാധനങ്ങൾ വാങ്ങാൻ, ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പരിപാടിക്ക് ഒരു പ്രോജക്റ്റിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ, നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാൻ നമ്മുടെ കയ്യിൽ പണം വേണം. അപ്പോൾ ഇപ്പോൾ 100 ദിവസമായിട്ട് ജോലി നഷ്ടപ്പെട്ടു, പണം ആരുടെയും കയ്യിലില്ല. അപ്പോൾ ഇങ്ങനെയൊരു അവസരത്തിൽ ഡിമാൻഡ് ഉണ്ടാവില്ല. ആ ഡിമാൻഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്താണ് ചെയ്തിരിക്കുന്നത്, 1.73 ലക്ഷം കോടി രൂപ പാവപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കുകയാണ്. അതിൽ 20 കോടി സ്ത്രീകളുടെ പേരിലുള്ള 20 കോടി ജൻധൻ അക്കൗണ്ടിൽ ഡയറക്റ്റായിട്ട് പണം എത്തിച്ചു കൊടുക്കുന്നു. ഇതാണ് അവർ ചെയ്യുന്ന ഒരു കാര്യം. 40,000 കോടി രൂപ തൊഴിൽ ഉറപ്പ് പദ്ധതിക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നു. അപ്പം 40,000 കോടി രൂപ തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുക്കുന്നു പറഞ്ഞാൽ നമ്മൾ നരേഗ എന്ന് പറയില്ലേ, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോയ അതിഥി തൊഴിലാളികളൊക്കെ അവരുടെ നാട്ടിൽ മടങ്ങി ചെന്നാൽ അവർക്ക് പണിയില്ല. അവർക്ക് പണിയില്ലാതെ വന്നാൽ അവർ പട്ടിണിയിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്താണ് ചെയ്തിരിക്കുന്നത്, നരേഗ പദ്ധതിയിൽ, തൊഴിലുറപ്പ് പദ്ധതിയിൽ 40,000 കോടി രൂപ അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവർക്ക് അവിടെ തൊഴിൽ ചെയ്യാം. ഇപ്പോൾ അവിടേക്ക് ഒരു ദിവസം 200 രൂപയെ കൂടുതലൊന്നും കിട്ടില്ല. ഇപ്പോൾ അത് 300 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ഒരു ദിവസത്തെ വേജ്, ഒരു ദിവസത്തെ ശമ്പളം. അപ്പോൾ ഇത്രയും പേർക്ക് അത്രയും പണം കിട്ടും. അപ്പോൾ അവർക്ക് അതുകൊണ്ട് അവർക്ക് തട്ടിമുട്ടിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. 30,000 കോടി രൂപ കോൺട്രാക്ട് വർക്കേഴ്സിന് കൊടുക്കുന്നു. പിന്നെ 17,800 കോടി രൂപ പിന്നെ 12 കോടി കൃഷിക്കാർക്ക് കൊടുക്കുന്നു. 13,000 കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നു. കാരണം ഈ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടുന്ന ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ജനങ്ങളുടെ കൈകളിലേക്ക് പണം എത്തിക്കുന്നു, അങ്ങനെ അവരുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു. അതിനൊരു കോട്ടം തട്ടാതെ നോക്കുന്നു. ഇതാണ് ഡിമാൻഡ് സൈഡ് നോക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇനി ഇതോടൊപ്പം സപ്ലൈ സൈഡും കൂടി നോക്കണം. കാരണം ഡിമാൻഡ് നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് സാധനം കിട്ടണ്ടേ. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കെൽപ്പുണ്ടാവണം. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 100 ദിവസമായിട്ട് ലോക്ക്ഡൗൺ കാരണം നമ്മളുടെ MSME മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ്, മലയാളത്തിലെ സൂക്ഷ്മ ചെറിയ ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങൾ, അതെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ ഞാൻ പാലക്കാട് കളക്ടറായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, നമ്മുടെ ഒരു വലിയ വ്യവസായ മേഖല കഞ്ചിക്കോട്ടിലുണ്ട്. അപ്പോൾ കഞ്ചിക്കോട് മേഖല എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ ഒരു 700ഓളം ചെറുകിട സ്ഥാപനങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ ഒരു 400 എണ്ണമേ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുള്ളൂ. ആ 400 എണ്ണം പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് ഒരു 200 സ്ഥാപനങ്ങളും എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് ആകുമ്പോൾ അവർക്ക് ഷോർട്ട് ടേം ഡിമാൻഡ് ഇല്ല, ലോങ് ടേം ഡിമാൻഡേ ഉള്ളൂ. അപ്പോൾ ആ ലോങ് ടേം ഡിമാൻഡ് ഇപ്പോൾ അവർക്ക് സമയത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഡിമാൻഡ് പോയി. അത് കഴിഞ്ഞാൽ പിന്നെ ഇനി അവർക്ക് ആ ഡിമാൻഡ് ഉണ്ടാക്കണം. അപ്പോൾ അത് എളുപ്പമുള്ള കാര്യമില്ല. പിന്നെ പോരെങ്കിൽ അവിടെ 75,000ഓളം അതിഥി തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നു. അതിൽ നല്ലൊരു പങ്കും തിരിച്ചുപോയി. ഇനിയിപ്പോൾ അവർക്ക് തുടങ്ങിയാൽ തന്നെയും അവർക്ക് തൊഴിലാളികളില്ല. അപ്പോൾ ചോദിക്കും, ഈ വിദേശത്തു നിന്ന് വന്ന മലയാളികളെ അങ്ങോട്ട് അങ്ങ് അയച്ചാൽ പോരെ എന്ന് ചോദിക്കും. അപ്പോൾ വിദേശത്തു നിന്ന് വന്ന മലയാളികൾ പിന്നെ ഞാൻ ഈ നോർക്ക സെക്രട്ടറി ആയിരുന്നപ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഈ ആൾക്കാരെ അവിടുന്ന് തൊഴിൽ നഷ്ടപ്പെട്ടു എന്നൊക്കെ വന്നാൽ ഇവിടെ പോയി ഇങ്ങനത്തെ പണിയൊന്നും അവർ ചെയ്യില്ല. ഈ അതിഥി തൊഴിലാളികൾ ചെയ്യുന്ന ജോലി ചെയ്യാനൊന്നും നമ്മുടെ ആൾക്കാർ സന്നദ്ധരാകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പിന്നെ പാലക്കാട്ടൊക്കെയുള്ളവർക്ക് വേറെ മാർഗ്ഗമില്ലെങ്കിൽ ചിലപ്പോൾ പോയെന്നാലായി. പിന്നെ ഇനി അവർ പോയാൽ തന്നെയും ഈ തൊഴിലുടമകൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാവില്ല. കാരണം എന്താ, മലയാളികൾ ചെന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയാൽ നാളെ അവൻ പറയും എൻ്റെ ജോലി സ്ഥിരപ്പെടുത്തി തരണം, മറ്റന്നാൾ കൊടി പിടിക്കും. അപ്പം ഇത് കാരണം ഒരു തൊഴിലുടമയ്ക്കും മലയാളികളെ വേണ്ട, എല്ലാവർക്കും അന്യ സംസ്ഥാന തൊഴിലാളികളെ മതി. ഇതാണ് അതിൻ്റെ സത്യം. ഇത് ആരും അംഗീകരിച്ചു തരില്ല. പക്ഷേ സത്യമായിട്ട് തന്നെ അവശേഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്നത് ഈ സെക്ടറിന് വേണ്ടിയിട്ട് 3 ട്രില്യൺ രൂപയുടെ ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ് MSME സെക്ടറിന് കൊടുക്കുന്നത്. ഇത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ പണം ഇത്രയും ബാങ്കുകൾ വഴി പിന്നെ ഈ MSME സെക്ടറിലേക്ക് കൊടുക്കുകയാണ്. പിന്നെ അത് കൂടാതെ 90,000 crore
ക്രെഡിറ്റ് പാക്കേജസ് ഇലക്ട്രിസിറ്റി ബോർഡുകൾ കൊടുക്കുന്നു. പിന്നെ അവർക്ക് MSME സെക്ടറിന് പിന്നെ പുതിയ ഇക്വിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് 50,000 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളാണ്. പിന്നെ അഗ്രികൾച്ചർ കൃഷിക്കാർക്ക് വേണ്ടുന്ന സഹായങ്ങൾ കൊടുത്തിരിക്കുന്നു. കൃഷിക്കാർക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് സഹായങ്ങളുണ്ട്, ഞാൻ എണ്ണി പറയുന്നില്ല, എങ്കിലും ചിലത് മാത്രം പറയാം. 1 ലക്ഷം കോടി രൂപ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് കൊടുക്കുന്നു. 10,000 കോടി രൂപ മൈക്രോ ഫുഡ് എന്റർപ്രൈസസിന് കൊടുക്കുന്നു. 20,000 കോടി രൂപ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്നു. 13,000 കോടി രൂപ പിന്നെ മൃഗങ്ങളുടെ വാക്സിനേഷന് വേണ്ടിയിട്ട് 100% വാക്സിനേറ്റ് ചെയ്യാൻ പിന്നെ നമ്മുടെ എരുമ, പശു, ആട്, പിന്നെ പന്നികൾ, അതിനെല്ലാം വാക്സിനേഷൻ കൊടുക്കാൻ വേണ്ടി 13,000 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. 15,000 കോടി രൂപ ആനിമൽ ഹസ്ബൻഡറിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റുന്നു. 4,000 കോടി രൂപ ഹെർബൽ കൾട്ടിവേഷൻ നടത്താൻ വേണ്ടി കൊടുക്കുന്നു. 500 കോടി രൂപ ബീ കീപ്പിംഗ്, തേനീച്ച വളർത്തൽ കൃഷിക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് സഹായങ്ങൾ ആ രംഗത്തും എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ മേഖലകളൊക്കെ ശക്തി പ്രാപിക്കും, അവർക്കൊക്കെ പിന്നെ ഉൽപാദനം നടത്താൻ സാധിക്കും. അതാണ് സപ്ലൈ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് സൈഡും സപ്ലൈ സൈഡും ഈ ബൂസ്റ്റർ പാക്കേജിൽ വേണ്ടത്ര അതിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഒരു വസ്തുത മാത്രമാണ്. പക്ഷെ ഇതുകൊണ്ട് മാത്രം ഈ നമ്മുടെ രാജ്യം രക്ഷപ്പെടുമോ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇതിൻ്റെ എല്ലാം ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലുള്ള മികവാണ്. ഇപ്പം നമ്മൾ 3 ട്രില്യൺ രൂപയുടെ ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു MSME സെക്ടറിന്. അപ്പം ഇത് അവർക്ക് കിട്ടണമെങ്കിൽ ഇനി എന്തെല്ലാം നൂലാമാലകൾ ഉണ്ടാവും. അവിടെ ബാങ്കിൽ പോയാൽ അത് കൊടുക്കും. കൊളാറ്ററലൊന്നും നോക്കാതെ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബാങ്കുകൾ ചിലപ്പോൾ അത് ചെയ്യണമെന്നില്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കൊനഷ്ടകൾ ഉണ്ടാക്കി വെച്ചെന്നിരിക്കും. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ബാങ്ക് മാനേജർ പറയും, ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ നാളെ എൻ്റെ പേരിൽ വിജിലൻസ് എൻക്വയറിയാണ്, ഞാൻ ജയിലിൽ കിടക്കും, അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റില്ല, നിങ്ങൾ സ്ഥലം എന്താ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മോണിറ്റർ ചെയ്ത് കറക്റ്റ് സമയത്തിന് പണം കൊടുക്കണം. അങ്ങനെയൊക്കെ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ വേണം. അതാണ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ആ ഇംപ്ലിമെൻറ്റേഷനൊക്കെ ഉണ്ടായാലേ ഇതൊക്കെ വിജയിക്കുകയുള്ളൂ. അതാണ് എനിക്ക് പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ MSME സെക്ടറിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഇതിൻ്റെ എല്ലാ സെക്ടറിലും എഡ്യൂക്കേഷൻ, പിന്നെ ടൂറിസം, അഗ്രികൾച്ചർ, പിന്നെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിലൊക്കെ നമുക്കൊരു വലിയ മാറ്റം ഉണ്ടായാൽ മതിയാവുള്ളൂ. കാരണം നമ്മളിപ്പോഴും നമ്മുടെ 70% ആൾക്കാർ പിന്നെ അഗ്രികൾച്ചറിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടാണെങ്കിൽ അവിടെ ഇവിടെ കുറേ മൽക്കറിത്തോട്ടം ഉണ്ടാക്കിയത് കൊണ്ടൊന്നും അഗ്രികൾച്ചർ രക്ഷപ്പെടില്ല. ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പിന്നെ ഒരു ഇസ്രയേൽ പര്യടനം നടത്തി. 2ാമത്തെ പര്യടനമാണ് ഞാൻ നടത്തിയത്. ഭാര്യയുടെ ഒത്ത് തീർത്ഥാടനത്തിനാണ് പോയത്. ഇതിനു മുമ്പ് ഞാൻ അഗ്രികൾച്ചറൽ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നപ്പോഴും ഇസ്രയേലിൽ പോയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെക്കാളും ചെറിയ രാജ്യമാണത്. ഇത്രയും പോലും വലുപ്പമില്ല. അവർ ഫുഡ് സർപ്ലസ് കൺട്രിയാണ്. എങ്ങനെ ഫുഡ് സർപ്ലസ് കൺട്രി ആയി? കാരണം അവർ ഓരോ ഇഞ്ച് സ്ഥലത്തും അവിടെ എന്ത് കൃഷിയാണ് വേണ്ടതെന്ന് സാറ്റലൈറ്റ് ഇമേജസ് ഉപയോഗിച്ച് പഠിക്കുന്നു. എന്നിട്ട് അതിന് വേണ്ടുന്ന വെള്ളം കൊടുക്കുന്നു. എത്ര വെള്ളം വേണം, എത്ര സൂര്യപ്രകാശം വേണം, എത്ര ഫെർട്ടിലൈസർ വേണം, ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് അത് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നു. ഡ്രിപ്പ് ഇറിഗേഷൻ, ഡ്രോൺസ് ഉപയോഗിച്ചിട്ടാണ് ഫെർട്ടിലൈസർ തളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ ആധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചിട്ടാണ് അവിടെ ഇസ്രയേലിൽ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ജോർദാൻ കഴിഞ്ഞ് ഇസ്രയേലിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം, വ്യത്യാസം അറിയാം. ഇതൊരു മരുഭൂമിയാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കർത്താവിൻ്റെ കാലത്ത് നടന്ന മരുഭൂമിയൊന്നും ഇപ്പോൾ അവിടെ കാണാനില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാം അവിടെ നോക്കിയാൽ ഒരിടത്ത് മുഴുവനും ഡേറ്റ്സ്, പാം, വേറൊരു സ്ഥലത്താണെങ്കിൽ പിന്നെ എന്താണ് മുന്തിരി കൃഷി, വേറൊരിടത്ത് മാംഗോസ്, വേറൊരിടത്ത് എല്ലായിടത്തും വല്ല ഗ്രീൻ ഹൗസസ് ഒക്കെ വെച്ച് എന്ത് ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. ഈ പദ്ധതിക്ക് അവർ പ്രിസിഷൻ അഗ്രികൾച്ചർ എന്നാണ് പറയുന്നത്. ഇത് നടത്തിയിട്ട് ഇന്ന് അവർ ഒരു തുള്ളി വെള്ളം പോലും നഷ്ടപ്പെടുത്തുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തോരം വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ നമ്മൾ എവിടെയാണ് കൊണ്ട് ഒഴുക്കുക? എല്ലാം കറബിക്കടലിൽ കൊണ്ട് കളയുകയല്ലേ ചെയ്യുന്നത്. ഇതൊന്നും നമ്മൾ സൂക്ഷിക്കുന്നില്ല, സംരക്ഷിക്കുന്നില്ല, ഇതിനു വേണ്ടുന്ന ഒന്നും ചെയ്യുന്നില്ല. ഇതൊരു ചെറിയ രാജ്യമായ ഇസ്രയേലിന് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അതിനേക്കാൾ അതുപോലെ എല്ലാ സൗകര്യങ്ങളുമുള്ള ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ള നമ്മുടെ രാജ്യത്തിന് അത് ചെയ്യാൻ പറ്റാതെ പോകുന്നു?
അപ്പം അവിടെയും ഇവിടെയും മലകറിത്തോട്ടം നട്ടതുകൊണ്ടോ അവിടെ ഇവിടെയും വല്ലപ്പോഴും ഒക്കെ ഒരു കോൺട്രാക്ട് കൃഷി ചെയ്തുകൊണ്ടൊന്നും രാജ്യം രക്ഷപ്പെടില്ല. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയേ മതിയാവുകയുള്ളൂ. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ സത്യം പറയുന്ന ആർക്കും ഇഷ്ടമല്ല. എനിക്ക് കിട്ടുന്ന വേദികളിലൊക്കെ ഞാനിത് പറയുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടംപോലെ കല്ലേറ് കിട്ടുന്നുമുണ്ട്. എന്നാലും സാരമില്ല, സത്യമാണല്ലോ ഈ പറയുന്നത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് ഈ മാറ്റം ഉണ്ടാക്കാൻ പറ്റൂ. ഇപ്പൊ കേരളത്തിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞേ മതിയാവുള്ളൂ. കേരളത്തിൽ നമ്മുടെ ധനകാര്യമന്ത്രി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് സെൻട്രൽ നമുക്ക് പണം തരുന്നില്ല എന്ന് പറഞ്ഞാണ് നിലവിളിക്കുന്നത്. നമ്മൾ കേൾക്കാറില്ലേ, കാണാറില്ലേ? ഇതിൽ വല്ല അർത്ഥമുണ്ടോ? 3% നമ്മുടെ GDP-യുടെ 3% നമ്മൾ പിന്നെ കടമെടുത്തു കഴിഞ്ഞു. 1.71 lakh കോടി രൂപ, ഒരു 1.71 കോടി ലക്ഷം രൂപയാണ് നമ്മുടെ കടം. ഈ കടം മുഴുവൻ മേടിച്ചു വെച്ചിട്ട് ഇത് ആരാണ് തിരിച്ചു കൊടുക്കാൻ പോകുന്നത്? ഇതിന് എന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും വേണം. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞു ശരി തരാം, 5% വരെ നിങ്ങൾക്ക് ആക്കാം. ഇപ്പോൾ 3% ഓൾറെഡി എടുത്തു കഴിഞ്ഞു, ഇനി 2% കൂടെ കൂടുതൽ കടം എടുത്തുകൊള്ളൂ എന്ന് അനുവാദം കൊടുത്തു. പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, വൺ നേഷൻ വൺ റേഷൻ കാർഡ്. പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. 3, പിന്നെ SEB-യിലെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ നഷ്ടങ്ങളൊക്കെ നികത്തണം. 4, സിറ്റികളിലൊക്കെ ഫ്ലോർ റേറ്റ്സ് പിന്നെ തീരുമാനിക്കണം. ഇത് പലതും ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ, ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ ബിസിനസ് ചെയ്യുന്നതിനുള്ള എളുപ്പമാർഗങ്ങൾ അത് വളരെ വളരെ ആയാസരഹിതമായിരിക്കണം. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ COVID-19 കാലത്ത് പോലും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ഒരു ലോഡ് സാധനങ്ങൾ ഇറക്കാൻ ചെന്നപ്പോഴും നോക്കുകൂലി വേണമെന്ന് പറഞ്ഞ് അത് തിരികെ പോയി. അപ്പോൾ ഇപ്പോഴും ഈ കാർഡൻ സമ്പ്രദായം ഇപ്പോഴും ഇവിടെ നിലവിലുണ്ട്. ഒരു സ്വർണ്ണ വ്യാപാരിയുടെ ബിസിനസ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ഗൂണ്ടകൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? അവിടെ സ്വന്തം ആ കമ്പനിയിലെ ഒരു യൂണിയൻ ഇല്ല, എന്നിട്ട് പുറമേ നിന്ന് കുറേ ആൾക്കാർ വന്ന് തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞു. എന്നിട്ടൊരു നേതാവ് ഇരുന്ന് ടെലിവിഷനിൽ പറയുന്നത് ഞാൻ കേട്ടു, ഇവരൊക്കെ അതായത് മുതലാളി വർഗം അവരൊക്കെ ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളുടെ രക്തം ഊറ്റി കുടിക്കുന്ന രക്തരക്ഷസുകളാണെന്നൊക്കെ പറഞ്ഞു. ഇതാണ് മനോഭാവം. ഈ മനോഭാവം മാറാതെ എങ്ങനെ മാറ്റമുണ്ടാക്കാനാണ് സാധിക്കുക? അപ്പോൾ എത്ര വലിയ ബൂസ്റ്റർ ഷോട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് നമ്മളുടെ മനോഭാവത്തിൽ ഒരു മാറ്റം വന്നേ മതിയാവുകയുള്ളൂ. ഇങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ഇതുകൊണ്ട് പ്രയോജനമുണ്ടാവും. അല്ലെങ്കിൽ ഇതെല്ലാം കടലാസിൽ മാത്രം അവശേഷിക്കും. വീട്ടിലെ പശു പുല്ലുതിനില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ഏറെക്കുറെ ഒരു പെസിമിസ്റ്റായിട്ട് ഞാൻ പറയുകയല്ല, ഇതുവരേക്കും അതിൽ മാറ്റമുണ്ടാകുമെന്ന് ഒരു ശുഭ സൂചന എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പിന്നെ തുറന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ സമയത്തിനും ക്ഷമയ്ക്കും നന്ദി.